ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ. ഇത് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ നമ്മുടെ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് കുറച്ച് അച്ചിങ്ങ പയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട്. ഇതിനെ നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കണം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 ടീസ്പൂൺ ചതച്ച മുളകുമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വരണം. അതുപോലെ ഈ ചതച്ച മുളക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരികയും വേണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് പയർ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് എല്ലാ പയറും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പയറും സവാളയും ആ ചതച്ച മുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകണ്ട, ഇത്രയും തന്നെ മതിയാകും. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പയർ കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പയറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഒരല്പം കൂട്ടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒരല്പം തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ മുളകും അതുപോലെ തന്നെ ഈ തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.